ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. 1 മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് ക്ലാസ് സ്കൂൾ ഫൺ ടൈം എന്ന ഈ ചാനലിൽ ഉണ്ടായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഓരോരോ മത്സരങ്ങളും വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. ഇനി നമുക്ക് പാഠം പഠിച്ചാലോ. യൂണിറ്റ് 1 ടു ആൻസ്. യൂണിറ്റ് 1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ പാഠം. ടു ആൻസ്. ടു ആൻസ്, രണ്ട് ഉറുമ്പുകൾ. ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകൾ. രണ്ട് ഉറുമ്പുകൾ. രണ്ട് ഉറുമ്പിനെ കണ്ടോ? വേറെ ആരൊക്കെ ഉണ്ട് അവിടെ? രണ്ട് ഉറുമ്പും ഒരു സൂര്യനെ കണ്ടോ? ഒരു സൂര്യനുണ്ടല്ലേ? കണ്ടോ? രണ്ട് ഉറുമ്പും ഒരു സൂര്യനും ഉണ്ടല്ലേ? നമുക്ക് കഥ വായിച്ചാലോ. കഥ വായിക്കാം. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഇത് നല്ലൊരു പ്രഭാതമാണ്. നല്ലൊരു പ്രഭാതമാണ്. മോർണിംഗ്, രാവിലെ. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഇത് നല്ലൊരു രാവിലെയാണ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. രണ്ട് ഉറുമ്പുകൾ അവരുടെ വീടിന് പുറത്തേക്ക് പോയി. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. അവർ നല്ല കൂട്ടുകാരാണ്. ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ടു ആൻസ് ഗോ ഔട്ട് ഓഫ് ദെയർ ഹോംസ്. ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇത് നല്ലൊരു പ്രഭാതമാണ്. രണ്ട് ഉറുമ്പുകൾ വീടിന് പുറത്തേക്ക് പോയി. അവർ നല്ല കൂട്ടുകാരാണ്. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ? അത് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണേ. ഹൂ ആർ ഇൻ ദ പിക്ചർ? ഹൂ ആർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ ആരൊക്കെയാണ് ഉള്ളത്? ഈ പിക്ചർ കണ്ടോ? ഇതിലാരൊക്കെയാണ് ഉള്ളത്? രണ്ട് ഉറുമ്പുകളും സണ്ണിനെ കണ്ടോ? സൂര്യനെ കണ്ടോ? ടു ആൻസ് ആൻഡ് സൺ. രണ്ട് ഉറുമ്പും സൂര്യനും. ഹൗ മെനി ആൻസ് ആർ ദർ? എത്ര ഉറുമ്പുകളുണ്ട് അവിടെ? എത്ര ഉറുമ്പുകളുള്ള? ടു. രണ്ട് ഉറുമ്പുകൾ. വാട്ട് ടൈം ഓഫ് ദി ഡേ ഇസ് ഇറ്റ്? അടുത്ത ചോദ്യം ഇതാണ്. ഇത് എപ്പോഴാണ്? ഈ സണ്ണ് എപ്പോഴാണ് വരിക? സണ്ണ് വരുന്നത് രാവിലെയാണല്ലേ? അപ്പം ഇത് മോർണിംഗ്. നമുക്ക് ആദ്യം പഠിച്ചത് കണ്ടോ? ഇറ്റ് ഈസ് എ ഫൈൻ മോർണിംഗ്. ഇത് നല്ലൊരു രാവിലെയാണ്. രാവിലെ അല്ലേ സൂര്യൻ വരിക? അപ്പോൾ ഇത്രയും പഠിച്ചില്ല. ഇനി അടുത്ത പേജിലേക്ക് പോയാലോ. ഈ പേജ് കണ്ടോ? ഇതിലെന്താ ഉള്ളത്? വലിയ ഉറുമ്പ് ചെറിയ ഉറുമ്പിൻ്റെ കൈ പിടിച്ചു പോകുന്നുണ്ടല്ലേ? രണ്ട് ഉറുമ്പുകൾ കൈയും പിടിച്ചു പോകുന്നുണ്ട്. കണ്ടില്ലേ? ഇനി എന്താ പറഞ്ഞേന്ന് നോക്കാം. വൺ ആൻഡ് ഈസ് ബിഗ്. വൺ ആൻഡ് ഈസ് ബിഗ്. ഒരു ഉറുമ്പ് വലുതാണ്. കണ്ടില്ലേ ഫോട്ടോയിൽ? ഒന്ന് വലുതല്ലേ? ദ അതർ ആൻഡ് ഈസ് സ്മോൾ. മറ്റേത് ചെറുതാണ്. ദ ബിഗ് ആൻഡ് ഈസ് ബെൻ. വലിയ ഉറുമ്പിൻ്റെ പേരെന്താ? ബെൻ. ദ സ്മോൾ ആൻഡ് ഈസ് സെൻ. ചെറിയ ഉറുമ്പിൻ്റെ പേര് സെൻ. എന്തൊക്കെയാണ് പേര്? വലിയ ഉറുമ്പിൻ്റെ പേരെന്താ? ബെൻ. ചെറിയ ഉറുമ്പിൻ്റെ പേര് സെൻ. ദേ ഗോ ഔട്ട് ടു പ്ലേ. അവർ കളിക്കാൻ വേണ്ടി പോയി. ഒന്നുകൂടെ വായിക്കാം. One ant is big. The other ant is
സ്മോൾ. ഒരു ഉറുമ്പ് വലുത്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. ദ അതർ ആൻഡ് ഈസ് സ്മോൾ, ചെറുത്. ഒരു ഉറുമ്പ് വലുതും ഒരു ഉറുമ്പ് ചെറുതും. വലിയ ഉറുമ്പിൻ്റെ പേരെന്താ? ദ ബിഗ് ആൻഡ് ഈസ് ബെൻ. വലിയ ഉറുമ്പിൻ്റെ പേര് ബെൻ. ദ സ്മോൾ ആൻഡ് ഈസ് സെൻ. ചെറിയ ഉറുമ്പിൻ്റെ പേരെന്താ? സെൻ. അവർ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം പറയണേ. വൺ ആൻഡ് ഈസ് ബിഗ്. വാട്ട് അബൌട്ട് അതർ? ഒരു ഉറുമ്പ് വലുതാണ്. അപ്പം മറ്റേത് ഏതാ? ഒരു ഉറുമ്പ് വലുതായാൽ മറ്റേത് ചെറുതാണ്, അല്ലേ? നൗ യു നോ ദ നെയിംസ് ഓഫ് ആൻഡ്സ്, ഡോണ്ട് യു? എന്തെന്നറിയോ? നിങ്ങൾക്ക് ആ ഉറുമ്പിൻ്റെ പേരറിയോന്ന്? അറിയില്ലേ? ടെൽ ദെയർ നെയിംസ്. എന്താ നിങ്ങൾ ആ പേര് പറഞ്ഞ്? രണ്ട് ഉറുമ്പിൻ്റെയും പേര് പറഞ്ഞ്. ഒരു ഉറുമ്പിൻ്റെ പേരെന്താ? ബെൻ. മറ്റേ ഉറുമ്പിൻ്റെ പേര് സെൻ. ഹൂ ഇസ് ബെൻ? ഹൂ ഇസ് സെൻ? ഇതിൽ ബെൻ ആരാ? സെൻ ആരാ? അറിയില്ലേ? ബെന്ന് വലിയ ഉറുമ്പാണ് ബെൻ. ചെറിയ ഉറുമ്പാണ് സെൻ. ഹൂ ഇസ് ബിഗ്? ഹൂ ഇസ് സ്മോൾ? അറിയോ? ബിഗ് ആരാ? വലുതാരാ? ബെൻ. ചെറുത് സെൻ. അടുത്ത ചോദ്യം. വേർ ഡു ദേ ഗോ ടു പ്ലേ? അവരെങ്ങോട്ടാണ് കളിക്കാൻ പോയത്? അറിയോ? അറിയില്ലേ? അടുത്ത പേജ് നോക്കാം, അതിലുണ്ട്. ഓക്കെ, ഈ പിക്ചർ കണ്ടോ? ഇതിലെന്താ കാണുന്നത്? രണ്ട് ഉറുമ്പുകൾ ഊഞ്ഞാലാടുന്നത് കാണുന്നുണ്ടോ? അപ്പോൾ അവർ ഇപ്പോൾ എവിടെ എത്തി? ഈ ബെന്നും സെന്നും ഇപ്പോൾ എവിടെയാണെന്നറിയോ? അവരിപ്പോൾ പാർക്കിലാണ്. നിങ്ങളും പോയിട്ടുണ്ടോ പാർക്കിൽ? ഊഞ്ഞാലാടിയിട്ടുണ്ടോ? സീസോ കളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ, പാർക്കിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കിനി വായിച്ചാലോ? ദ ആൻഡ്സ് റീച്ച് എ പാർക്ക്. ദ ആൻഡ്സ് റീച്ച് എ പാർക്ക്. ആ ഉറുമ്പ് പാർക്കിലേക്ക് എത്തി. എവിടെ എത്തി? പാർക്കിലേക്ക് എത്തി. ആ, എ സ്വിംഗ്. സേസൺ. ആ, ഊഞ്ഞാല് എന്നാര് പറഞ്ഞു? സേ സെൻ. ആര് പറഞ്ഞു? സെൻ പറഞ്ഞു. ലെറ്റ്സ് സിറ്റ് ഓൺ ദി സ്വിംഗ്, സേ ബെൻ. വാ, നമുക്കിരിക്കാം, ഊഞ്ഞാലിൽ ഇരിക്കാം എന്നാര് പറഞ്ഞു? ബെന്ന് പറഞ്ഞു. ലെറ്റ്സ് സിറ്റ് ഓൺ ദ സ്വിംഗ്, സേസ് ബെൻ. ഊഞ്ഞാലിലിരിക്കാമെന്ന് ബെന്ന് പറഞ്ഞു. ബെൻ ആൻഡ് സെൻ സിറ്റ് ഓൺ ദ സ്വിംഗ്. ബെൻ ആൻഡ് സെൻ സിറ്റ് ഓൺ ദ സ്വിംഗ്. ബെന്നും സെന്നും ഊഞ്ഞാലിൽ ഇരുന്നു. ദ സ്വിങ്സ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ദ സ്വിംഗ് മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഊഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? ഊഞ്ഞാലിലാടുന്ന എങ്ങോട്ടാ? എതിരോട്ടും ബാക്കിലോട്ടും, മുമ്പോട്ടും പുറകോട്ടും. ദെൻ ദേ സീ എ സീസോ. അങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ അവർ ഒരു സീസോ കണ്ടു. എന്താ കണ്ടേ? സീസോ. സീസോ അറിയില്ലേ? എന്താണ് സീസോ? അറിയാല്ലേ? ഓക്കെ, നമുക്കൊന്നുകൂടി വായിച്ചാലോ? ദ ആൻഡ്സ് റീച്ച് എ പാർക്ക്. ദ ആൻഡ്സ് റീച്ച് എ പാർക്ക്. ആ, എ സ്വിംഗ്, സേസ് സെൻ. ആ,
എ സ്വിങ് സേസ് സെൻ. എന്താ പറഞ്ഞ? അതാ അവിടെ ഒരു ഊഞ്ഞാൽ എന്ന് സെന്ന് പറഞ്ഞു. ലെറ്റ് സിറ്റ് ഓൺ ദ സ്വിങ് സേസ് ബെൻ. നമുക്കതിൽ ഇരുന്നാലോ, ആ ഊഞ്ഞാലിൽ ഇരുന്നാലോ എന്ന് ബെന്ന് പറഞ്ഞു. ബെൻ ആൻഡ് സെൻ സിറ്റ് ഓൺ ദ സ്വിങ്. ബെന്നും സെന്നും ഊഞ്ഞാലിൽ ഇരുന്നു. ദ സ്വിങ്സ് മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അത് മുമ്പോട്ടും പിറകോട്ടും ആടി. ഊഞ്ഞാലാടൂലേ? എങ്ങോട്ടാ ഊഞ്ഞാലാടുക? ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. ദെൻ ദ സീ എ സീസോ. അത് ആടുമ്പോൾ അവർ ഒരു സീസോ കണ്ടു. ഇനി ഇതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡു ബെൻ ആൻഡ് സെൻ റീച്ച്? ബെന്നും സെന്നും, ഇത് നിങ്ങളോട് ടീച്ചർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറയണേ. വേർ ഡു ബെൻ ആൻഡ് സെൻ റീച്ച്? എങ്ങോട്ടാണ് ബെന്നും സെന്നും എത്തിയത്? എങ്ങോട്ടാണ് എത്തിയത്? ഇപ്പം എവിടെയുള്ള ബെന്നും സെന്നും? എവിടെയാ? പാർക്കിൽ. പാർക്കിൽ എത്തിയല്ലേ? വാട്ട് ഡു ദേ സീ ദർ? അവരവിടെ എന്താ കണ്ടത്? അവരാദ്യം എന്താ കണ്ടത്? ഒരു ഊഞ്ഞാൽ കണ്ടു. ഊഞ്ഞാലിരുന്നിട്ട് ആടുമ്പോൾ വേറെന്താ കണ്ടേ? ഒരു സീസോ കണ്ടു. അപ്പോൾ അവർ ഊഞ്ഞാലും കണ്ടു, സീസോവും കണ്ടു. വാട്ട് ഡസ് സെൻ സേ? നിങ്ങൾ പുസ്തകത്തിൽ തന്നെ നോക്കണേ, ഇത് ടീച്ചർ നാളെ ചോദിക്കും. വാട്ട് ഡസ് സെൻ സേ? സെൻ എന്താ പറഞ്ഞേ? എ സ്വിങ്, അവിടെ ഒരു ഊഞ്ഞാലുണ്ട് എന്ന് സെന്ന് പറഞ്ഞു. അപ്പോൾ ബെൻ എന്ത് പറഞ്ഞു? അവിടെ ഒരു സീസോ ഉണ്ടെന്ന് പറഞ്ഞു. വാട്ട് ഡസ് ദ സ്വിങ് മൂവ്? ഈ ഊഞ്ഞാൽ എങ്ങനെയാ മൂവ് ആവുന്നേ? ചലിക്കുന്നത് എങ്ങനെയാ? എതിർവശത്തോട്ടും ബാക്കിലോട്ടും. ഹാവ് യു വിസിറ്റഡ് എ പാർക്ക്? നിങ്ങൾ പാർക്കിലേക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയാ കണ്ടേ? എന്തൊക്കെ കണ്ട് പാർക്കിൽ? എന്തൊക്കെ കണ്ടെന്ന് പറയണേ. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ഈ പിക്ചർ കണ്ടോ? ഇതിലെന്താ ഉള്ളത്? രണ്ട് ഉറുമ്പുകൾ സീസോ കളിക്കുന്നു. ബെന്നും സെന്നും സീസോ കളിക്കുന്നത് കാണാം. എ സീസോ സേ സെൻ. എ സീസോ സേസ് സെൻ. അതാ അവിടെ ഒരു സീസോ. ആര് പറഞ്ഞു? സെന്ന് പറഞ്ഞു. ലെറ്റ്സ് സിറ്റ് ഓൺ ദി സീസോ സേസ് ബെൻ. വാ നമുക്ക് സീസോയിലിരിക്കാം എന്ന് ബെന്ന് പറഞ്ഞു. ലെറ്റ്സ് സിറ്റ് ഓൺ ദ സീസോ സേസ് ബെൻ. ഓക്കെ. ബെൻ സിറ്റ്സ് ഓൺ ദി വൺ സൈഡ്. ബെന്ന് ഒരു വശത്തിലിരുന്നു. സീസോക്ക് രണ്ട് വശമുണ്ട് അല്ലേ? അതിൽ ഒരു വശത്ത് ബെൻ ഇരുന്നു. സെൻ സിറ്റ്സ് ഓൺ ദി അതർ സൈഡ്. അപ്പോൾ സെന്ന് മറ്റൊരു സൈഡ് പോയിട്ട് ഇരുന്നു. ഒരു വശത്ത് ബെൻ ഇരുന്നു, മറ്റൊരു വശത്ത് സെൻ ഇരുന്നു. ദ സീസോ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ. സീസോ എങ്ങോട്ടാണ് പോകുന്നത്? അതെങ്ങനെയാണ് ചലിക്കുന്നത്? അത് സീസോയിലിരുന്ന നിങ്ങൾക്കറിയാം അല്ലേ? താഴോട്ടും മുകളിലോട്ടും. സീസോ സൈഡിലോട്ട് പോവോ? ഇല്ല, മുകളിലോട്ടും താഴോട്ടും. ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ദ ആൻഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. ആ ഉറുമ്പുകൾ മേലോട്ടും താഴോട്ടും പോയി. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. എ സീസോ സേസ് സെൻ. എ സീസോ സേസ് സെൻ. ലെറ്റ്സ് സിറ്റ് ഓൺ ദി സീസോ സേസ് ബെൻ. ബെൻ sits on the one side, Sen sits on the other side. The seesaw moves up and down. The ants go up and down. ദാ അവിടെ ഒരു സീസോ.
എന്ന് സെൻ പറഞ്ഞു. വാ നമുക്ക് പോയിരിക്കാം എന്ന് ബെന്ന് പറഞ്ഞു. ബെൻ ഒരു വശത്തിരുന്നു, സെൻ മറ്റൊരു വശത്തിരുന്നു. എന്നിട്ടോ ആ സീസോ മുകളിലോട്ടും താഴോട്ടും പോയി. ആ ഉറുമ്പും അതിനൊന്നിച്ച് മുകളിലോട്ടും താഴോട്ടും പോയി. ഓക്കെ, നമുക്കിതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കിയാലോ. വാട്ട് ഡു ബെൻ ആൻഡ് സെൻ സി? വാട്ട് ഡു ബെൻ ആൻഡ് സെൻ സി? ബെന്നും സെന്നും എന്താണ് കാണുന്നത്? എന്താണ് കാണുന്നത്? സീസോ. വാട്ട് ഡസ് സെൻ സേ? സെൻ എന്താണ് പറഞ്ഞത്? സെന്ന് അവിടെ ഒരു സീസോ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? വാട്ട് ഡസ് ബെൻ സേ? അപ്പോൾ ബെൻ എന്താ പറഞ്ഞേ? വാ നമുക്ക് പോയി അതിലിരിക്കാമെന്ന് പറഞ്ഞു. വാട്ട് ഡസ് ബെൻ ഡു? ബെൻ എന്താണ് ചെയ്തത്? ബെൻ ഒരു വശത്ത് പോയിട്ടിരുന്നു. സെൻ എന്താണ് ചെയ്തത്? സെൻ പോയി മറ്റൊരു വശത്തിരുന്നു. ഹാവ് യു സീൻ എ സീസോ? നിങ്ങൾ സീസോ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ ചലിക്കുന്നത് അറിയോ? അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ 1ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ പോയാൽ കാണാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും സ്കൂൾ ഫൺ ടൈം എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.